എല്ലാവരുടെയും ചോദ്യം, ഡിവോഴ്സ്ഡ് ആയോ? എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും റാഫിക്കായെ കാണാനില്ലല്ലോ, റാഫിക്കായെ ഒഴിവാക്കിയോ? റാഫിക്കായെ ഒഴിവാക്കിയെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? ഞാൻ ഇന്ന് വരെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വായിൽ വന്ന് പറഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ചിലപ്പോൾ സ്റ്റാറ്റസ് ഇട്ട ആൾക്കാർ വന്ന് ചോദിക്കും എന്താ പ്രശ്നം. ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസ് ഇട്ട ആൾക്കാർ വന്ന് ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. കാരണം അവർക്ക് സങ്കടം കാണാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ സന്തോഷം, ഞാൻ സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇട്ടാൽ അവരാരും വന്ന് ചോദിക്കില്ല. അത് പൊതുവേ അങ്ങനെയാണ്. എന്താ പറ്റി അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ്, ഞാൻ എവിടെ വന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓരോ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മറ്റുള്ളവരെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നത്. അതിൽ എന്താ പറയുക, ഒരു ശതമാനം പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് ആ കമൻറ്റിന് വന്നിട്ട് നിങ്ങൾ എന്താ പറ്റിയത്, പല ആൾക്കാരും എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറയട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാനും റാഫിക്കയും ആണ്, അല്ലെങ്കിൽ രണ്ടുപേര് ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ രണ്ടുപേര് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ളവരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല എങ്കിലും പൊതുവെയുള്ളൊരു സംസാരം, ഓക്കെ അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവളെ ഒഴിവാക്കിയത് നന്നായി എന്നുള്ളത്. അവൾക്ക് മാത്രമായിരിക്കില്ല, ചിലപ്പം അവനിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒഴിവാക്കിയിട്ടുണ്ടാവുക. അല്ലാണ്ട് പെണ്ണ് മോശമായിട്ടാണ് ചെറുക്കനെ ഒഴിവാക്കിയത് മാത്രമല്ല, ചെറുക്കൻ മോശമായിട്ട് പെണ്ണ് ഒഴിഞ്ഞു പോകുന്നതും ഉണ്ട്. അങ്ങനെയുണ്ട് ഈ ലോകത്ത്. അതിപ്പോൾ എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം, ഞാൻ മീൻസ് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഫാമിലി ലൈഫാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും എന്നും പറഞ്ഞാൽ അത് വേർപിരിഞ്ഞു എന്നല്ല അതിനർത്ഥം. പിന്നെ കുറേ ആൾക്കാരുടെ ഈ ഓൺലൈൻ മഞ്ഞപത്രങ്ങൾ, മഹീന നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ ഞാൻ ചിലർക്ക് കണ്ടിട്ടൊക്കെ ചിരിയ വരുന്നത്. ഞാൻ മൈൻഡേ ചെയ്യാറില്ല. നിങ്ങൾ അൺഫോളോ ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. ഇപ്പോൾ അത് മിക്കുള്ള ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും. വഴക്കിടുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയ്തിട്ട് പോവുക, അൺഫോളോ അടിച്ചിട്ട് പോവുക. അത് ഇൻസ്റ്റയിൽ മാത്രമല്ല, വാട്സപ്പിലും ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ അതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഫോളോ ചെയ്യണം. അത് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ അല്ല, ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഫോളോ ചെയ്യണമെന്ന് എന്താ നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാവരും മിക്കുള്ളവരും ചെയ്യുന്നൊരു കാര്യമാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലാത്തതാണെങ്കിലും ചെയ്യുന്നത്. വിഷമിച്ചിരിക്കുന്ന സമയത്ത് വിഷമിച്ചിട്ട് സ്റ്റാറ്റസ് ഇടും. അപ്പോൾ എന്താണോ മൂഡ് അതിനനുസരിച്ച് ഇടാറുണ്ട്. ഞാനും അങ്ങനെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇടാറുണ്ട് അങ്ങനെയൊക്കെ. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഇടുമ്പോഴത്തേക്ക് സാഡ് മാത്രം ഇട്ടോ അതിൻ്റെ അർത്ഥം ഞാൻ സാഡ് മാത്രമാണെന്നല്ല. എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഇടുന്നു. സന്തോഷം സ്റ്റാറ്റസ് ഇടുമ്പോഴൊന്നും ആരും എന്നോട് വന്ന് ചോദിക്കാറില്ല സന്തോഷവതിയാണോ എന്ന്. ഒരിക്കലും ആലോചിക്കാൻ ഇഷ്ടപ്പെടില്ല. നമ്മൾ സന്തോഷങ്ങൾ മാത്രമേ ആലോചിക്കാൻ ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെയുള്ള സന്തോഷങ്ങളുടെ മൂമെൻറ്റ്സ് ആണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത്. അത് എന്ത് പേരിടണം എന്ത് പേരിടണ്ട എന്നുള്ളത് അത് എൻ്റെ മാത്രം ചോയ്സാണ്. ഇപ്പോൾ അത് ഡിവോഴ്സ് ആവണം എന്ന് തന്നെ ഇല്ല. ഇപ്പോൾ ഞാൻ മാറ്റിയത് എനിക്ക് മാറ്റണം എന്ന് തോന്നി, ഞാനത് മാറ്റി എൻ്റെ മഹീന മുന്നാന്നിട്ടു. അതിപ്പോൾ നിങ്ങൾക്ക് പലതും ചിന്തിച്ചെടുക്കാം, പലതും നിങ്ങൾക്ക് ചിന്തിക്കാം, പലതും കരുതാം. ഇതെന്താ അവൾ അങ്ങനെ മാറ്റി, ഇതെന്താ ഇവൾ ഇങ്ങനെ മാറ്റി എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതിലൊരു പ്രശ്നവും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാരണം, പല ആൾക്കാരും ഡിവോഴ്സ് ആയവർ പേര് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയവർ പേര് മാറ്റുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാനും ആ ഒരു രീതിയിലായിരിക്കും പേര് മാറ്റിയതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. പക്ഷേ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ല. നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചത് ആണ് അങ്ങനെ. അല്ലാണ്ട് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഡിവോഴ്സ്ഡ് ആയി അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ കുറേ പേര് വേറെ ആൾക്കാർ എന്നെ വേറെ ആൾക്കാർ എന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു, അവരെവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, റാഫി ഇപ്പോഴും കമൻറ്റ് ഇടുന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ കരുതുന്നത് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ഒരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ നോട്ട് ചെയ്യുകയാണ്. ബിക്കോസ് ഇപ്പോൾ കമൻറ്റ് ഇടുന്നത് പോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് എന്ത് പോസ്റ്റ് ചെയ്യണം. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അതെന്താണ് വരുന്നതെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു വിഷമം വന്ന് പറഞ്ഞിട്ട് ഇന്നലെ എനിക്കൊരു വിഷമം നടന്നു, ഞാനത് ഇന്ന് വന്ന് പറഞ്ഞു, നാളെ ആ വിഷമം കഴിയും. പക്ഷേ ആ വിഷമം കഴിഞ്ഞാലും ഈ പറയുന്ന വീഡിയോൻ്റെ എഫക്റ്റ് അത് നാളെയും മറ്റന്നാളും ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും പേര് മാറ്റിയിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ മഹീന മുഹമ്മദ് ഇടും, എൻ്റെ വാപ്പച്ചിൻ്റെ പേരാണ്. ചിലപ്പോൾ ഞാൻ നാളെ മാറ്റിയിട്ട് മഹീന റാഫി ഇടിക്കുന്നു വീണ്ടും ഇടും. പേരിലൊന്നും ഒരു കാര്യവുമില്ല. മഹീന മുന്ന വ്ളോഗ്സ്. അപ്പൊ ഇവരുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ വൻ കോമഡിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് ഇപ്പൊ പല ഫാമിലി വ്ളോഗേഴ്സിന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അതായത് എന്തൊക്കെ എവിടെയൊക്കെ നിർത്തണം, എന്തൊക്കെ ഓഡിയൻസിനോട് പറയണം, എന്തൊക്കെ ഓഡിയൻസിനോട് പറയണ്ട എന്നുള്ള ഒരു ബോധമില്ലായ്മ. അതുകൊണ്ട് തന്നെ ഇവർ വന്നിട്ട് അവരുടെ വീടിനകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളും വന്നിട്ട് പറയും. ലാസ്റ്റ് എന്നിട്ട് ഇതേപോലെ വന്നിരുന്ന് കരഞ്ഞ് വിളിച്ച് പിന്നെ നമ്മൾ പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത് തന്നെ ഇപ്പൊ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ വിഷയം ഇപ്പോഴും തീർന്നിട്ടില്ല. അത് ഇങ്ങനെ നടന്നിരിക്കണം. ഞാൻ പിന്നെ ആ വഴിക്കേ തിരിഞ്ഞു നോക്കാറില്ല. അത് അവിടെ കിടന്ന് നടക്കട്ടെ, അവരെന്തെങ്കിലും കാണിക്കട്ടെ, അടിച്ച് പിരിയെ എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മളതിനകത്തില്ല, കണ്ടാൽ മതി എന്നുള്ളൊരു സെറ്റപ്പ്. അതുകൊണ്ട് ഞാൻ കാണാനും പോകാറില്ല. അത് വേറെ കേസ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു കേസ് നോക്കുമ്പോഴത്തേക്കും അപ്പൊ ഈ പുള്ളിക്കാരിയും അതേപോലെ തന്നെ നമ്മുടെ റാഫി DQ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചക്കപ്പഴത്തിനകത്തുള്ള ആ പുള്ളിക്കാരുണ്ടല്ലോ, പുള്ളിക്കാരന്റെ വീഡിയോസ് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ കാണുമായിരുന്നു. ഈ നമ്മുടെ റീലിനകത്തൊക്കെ പല നല്ല റീലുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ റാഫി DQ എന്ന് പറയുന്നത്. അപ്പൊ
പുള്ളിക്കാരനും അതേപോലെ ഈ പുള്ളിക്കാരിയും തമ്മിൽ മാരേജ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഇപ്പം ഡിവോഴ്സ് ആയി എന്നുള്ള തരത്തിലൊരു ന്യൂസ് കടന്ന് ഇങ്ങനെ നടന്ന് പരക്കുന്നുണ്ട്. അപ്പം ഇവരും അതിനെ വിറ്റിട്ട് ഒരു കാശാക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിനകത്തൊക്കെയാണ് ഇവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ അതിന് ഒരു മാസം മുന്നേ ഇവർ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയോ എന്നുള്ള ടോപ്പിക്കിനകത്ത് വീഡിയോ ഇട്ട് എന്നിട്ട് ഇപ്പം വന്നിട്ട് നെഗറ്റീവ് കമൻറ്റിന് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇട്ട്. അപ്പം ഇവർക്ക് തന്നെ ഇത് നിർത്താനായിട്ട് ഉദ്ദേശമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ പിന്നെയും വീഡിയോ ഇട്ടോണ്ടിരിക്കണേ. അപ്പം അങ്ങനെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. പിന്നെ ഇവർ കടന്നിട്ട് ഈ നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ പബ്ലിക്കിനെ കാണിക്കുന്നത് അതല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇവർ ആദ്യം തന്നെ ചാനലിന്റെ പേര് മാറ്റി കഴിഞ്ഞിട്ട് ആദ്യം ഈ റാഫിയുടെ പേരൊക്കെ വെച്ചിട്ടായിരുന്നു ചാനലിന്റെ പേര്. പിന്നെ ആ പേര് മാറ്റി ഇപ്പോഴത്തെ ചാനലിന്റെ പേരാക്കി. അപ്പൊ ഇത് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊന്ന് നോട്ട് ചെയ്തു ഇതെന്താണ് ഈ പേര് മാറ്റിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അൺഫോളോ ചെയ്ത് കളിക്കാൻ തുടങ്ങി. അതായത് ഒരാൾ മറ്റാൾ അൺഫോളോ ചെയ്യണം, അപ്പൊ ഇയാൾ അങ്ങോട്ട് അൺഫോളോ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു കേസിനകത്ത് പിന്നെ അങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇവർ ഇല്ലാത്ത വിഷയങ്ങളില്ല. അപ്പോൾ ഓരോരോ വിഷയങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇവരിതൊക്കെ വന്ന് പബ്ലിക്കിനകത്താണ് ഈ വിഷയമൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, പബ്ലിക് കയറിയിട്ട് ഓരോ കമന്റ് അടിക്കലും അതേപോലെ കമന്റുകളും ഇഷ്ടംപോലെ ഇവർ അടിയിനകത്ത് വരുന്നുണ്ട് ഈ ഒരു വിഷയമായിട്ട്, ഡിവോഴ്സ് വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ ഇവർക്ക് ഉറപ്പായിട്ടും അതിന് റിപ്ലൈ ഇവർ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യല്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തന്നെ അതിന് റിപ്ലൈ ഒക്കെ ആയിട്ടും വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കാര്യം ആൾക്കാർ പറയണ്ട എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അല്ലാണ്ട് നിങ്ങൾ തന്നെ അതിനെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യാൻ നിന്നാൽ പിന്നെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാണ്ട് പിന്നെയും വന്നിട്ട് ഈ പുള്ളിക്കാരി വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരി പറയുന്നത് ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള രീതിക്കാണ്. കാര്യം പുള്ളിക്കാരി ഈ ഇപ്പം നമ്മുടെ ഓഡിയൻസിന് പുള്ളിക്കാരിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നത്. അതായത് എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഇവരിപ്പോൾ ഇങ്ങനത്തെ ഇവരുടെ ചെറിയ വീട്ടിനകത്തെ വിഷയങ്ങൾ പോലും ഇവർ പബ്ലിക്കിനകത്ത് വന്ന് കാണിക്കുമ്പോഴത്തേക്കും പബ്ലിക് അതിനെ ഭയങ്കര ടോപ്പിക്കായിട്ടൊക്കെ എടുക്കും. കാര്യം എന്താണ്, അവർക്ക് ഈ നിങ്ങളുടെ വീട്ടിനകത്ത് കിടക്കുന്ന ഈ കുടുംബവഴക്കൊക്കെ കാണുന്നതാണ് ഇവർക്കൊക്കെ ഒരു സന്തോഷം. ഇനി ബാക്കിയുള്ളവൻ്റെ വീട്ടിൽ എന്തെങ്കിലും നല്ല മഴക്കൊക്കെ ഉണ്ടെന്ന് കാണുന്നതായിരിക്കും. അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു പൊതുവെയുള്ള സ്വഭാവമാണ്, അപ്പുറത്തവൻ്റെ വീട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നം നടക്കണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക മനസ്സുഖമാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ ഒരു ഭൂരിഭാഗം പേര് അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പല മീഡിയക്കാരും അല്ലെങ്കിൽ പല ഇപ്പം എൻ്റെ ഈ ഒരു ചാനൽ തന്നെ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടൊക്കെ പോകുന്നൊരു ചാനലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും അത് കാണാനായിട്ട് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതൊരു വലിയൊരു ചർച്ചയാവും. പിന്നെ ആ ചർച്ചയിനകത്ത് പലരും കയറി കമൻ്റ് അടിക്കും. അത് പിന്നെ നിങ്ങൾക്ക് വിഷമവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ട് വയ്ക്കുക. അല്ലാണ്ട് അതൊക്കെ വന്ന് പബ്ലിക്കിനെ കാണിച്ച് കഴിഞ്ഞാൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് വന്നിരുന്നത് കരയേണ്ട അവസ്ഥ വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ പബ്ലിക്കിനെ നിങ്ങളുടെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പബ്ലിക്കിനെ കാണിച്ചു, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇതേപോലുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ട് പബ്ലിക്കിനെ കാണിക്കുമ്പോഴാണ് ഈ പറഞ്ഞ വിഷയം കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് പല എക്സാമ്പിളുമായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മുടെ പ്രവീൺ പ്രണവ് ചാനലിൽ നിന്നൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടം വരെയൊക്കെ പോവും ഈ വിഷയങ്ങൾ. ഇനി നിങ്ങൾക്ക് അതും വെച്ച് റീച്ച് ഉണ്ടാക്കാനാണ് പ്ലാനിങ്, നടക്കട്ടെ, നല്ലൊരു ഇത് തന്നെയാണ്. കാര്യം പല രീതിക്ക് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സ് ആണല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ കുടുംബവഴക്കൊക്കെ തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വെച്ച് നിർത്താനാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് വീഡിയോയുടെ കമന്റ് ആയിട്ടാ. പിന്നെ ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കുന്നത് എൻ്റെ തൊണ്ട പോയിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഫ്രഷ് ലൈം അടിച്ച് മാത്രം ഓർമ്മയുള്ളൂ, പിന്നെ തൊണ്ട പോയി. അപ്പോൾ എനിക്ക് അത്ര ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഒരു തൊണ്ട വയ്യാത്തവൻ്റെ അഭ്യർത്ഥനയും അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിരിക്കും. ടാറ്റ, ബൈ.